വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങേണമേ. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങേണമേ. ഞാൻ പാടും സ്തുതിഗീതം ധ്യാനിക്കും യാമത്തിൽ വചനം സത്യം നീതി വിശുദ്ധവുമേ. ഞാൻ പാടും സ്തുതിഗീതം ധ്യാനിക്കും യാമത്തിൽ വചനം സത്യം നീതി വിശുദ്ധവുമേ. കാലിനു ദീപവും പാതയിൽ പ്രകാശവുമായി നിൻ വചനത്താൽ എന്നെ നടത്തുന്നതാ. കാലിനു ദീപവും പാതയിൽ പ്രകാശവുമായി നിൻ വചനത്താൽ എന്നെ നടത്തുന്നതാ. ന്യായപ്രമാണങ്ങൾ അത്ഭുതമാണ്, അത് കാണാൻ എൻ കണ്ണുകളെ തുറക്കേണമേ. കൽപ്പനകൾ അനുദിനം പാലിച്ചിടാൻ എൻ ഹൃദയത്തെ അനുദിനം ഒരുക്കേണമേ. ന്യായപ്രമാണങ്ങൾ അത്ഭുതമാണ്, അത് കാണാൻ എൻ കണ്ണുകളെ തുറക്കേണമേ. കൽപ്പനകൾ അനുദിനം പാലിച്ചിടാൻ എൻ ഹൃദയത്തെ അനുദിനം ഒരുക്കേണമേ. വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങേണമേ. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങേണമേ. നിൻ ദയയാൽ എന്നെ താങ്ങേണമേ. നിൻ ദയയാൽ എന്നെ താങ്ങേണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എപ്പോഴും നമ്മുടെ സംരക്ഷണം ദൈവത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സംരക്ഷണം നമ്മളുടെ രാജ്യത്തിൻ്റെ ചുമതല വഹിക്കുന്നവർക്കുണ്ട്, ഓരോ പൊസിഷനിലുള്ളവർക്ക് സംരക്ഷണമുണ്ട്. എന്നാൽ ഒരു ദൈവമക്കളുടെ സംരക്ഷണം അതിലൊക്കെ അപ്പുറമായിട്ടാണ്. ആ സംരക്ഷണത്തിൽ ആ ആൾ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയുന്നത് കണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ആ കാലത്ത് റോമൻ പടയാളികൾക്കുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു റോമൻ പടയാളി എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് എനിമീസ് ആർ ദ ഡിമോണിക് ഹോസ്റ്റ് ഓഫ് സൈറ്റാൻ. നമ്മുടെ ശത്രുക്കൾ പൈശാചികമായിട്ടുള്ള തന്ത്രങ്ങളാണ്. നമ്മൾക്കെതിരായിട്ടുള്ള പൈശാചിക തന്ത്രങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. അതിനോട് നമുക്ക് എതിർത്ത് നിൽക്കണം, അതിനോട് വിജയിച്ച് നിൽക്കണമെങ്കിൽ ഒന്നാമത് അതിൻ്റെ 13-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകല സമാജ നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എതിർച്ചുള്ളൂ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. ആമർ ഓഫ് ഗോഡ്, ട്രൂത്ത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ട്രൂത്ത് ഹോൾഡ്സ് ആ ബിലീവേഴ്സ് ഇൻറ്റഗ്രിറ്റി. നമ്മൾ സത്യസന്ധരായിരിക്കണം.
നമ്മൾ ഇൻ്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം. എങ്ങനെയാണ് സത്യസന്ധരായിരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇൻ്റഗ്രിറ്റി ഉള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അത് നമുക്ക് സാധിക്കണം നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ പരിപൂർണമായിട്ട് സത്യസന്ധത നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കണം. സത്യസന്ധത തെളിയിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ആ ട്രൂത്ത് ഒന്നാമത്തെ കാര്യമാണെങ്കിൽ അത് രണ്ടാമത് ധരിച്ചുകൊണ്ട് നീതി എന്ന കവചം ധരിച്ച്, ആമർ ഓഫ് ഗോഡ്, നീതി എന്ന കവചം, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ സർവായുധവർഗം ധരിക്കുന്ന ആ അവസ്ഥയിൽ അവിടെ പ്രൊട്ടക്ട് ചെസ്റ്റ് ആൻഡ് ഹാർട്ട് ഫ്രം സൈറ്റാൻ, നമ്മുടെ ഹൃദയത്തിലും അതുകൊണ്ട് നീതി എന്ന കവചം ധരിക്കുമ്പോൾ, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ് ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും സാത്താനിൽ നിന്ന് അകന്നിരിക്കും. സാത്താൻ്റെ ചിന്തകളും സാത്താൻ്റെ വിചാരങ്ങളെയും എതിർത്ത് നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. സത്യമായിരിക്കണം നമ്മളുടെ അരക്കെട്ട. സത്യമെന്ന ഈ അരക്കെട്ട് സത്യം പറയുകയുള്ളൂ, സത്യമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ സിംബോളിക്കായിട്ടുള്ള ലക്ഷണമാണിത്. ഈ അരക്കെട്ടിലൂടെ സത്യം ലോകത്തിനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ദൈവവചന പ്രഘോഷണം. ഈ ദൈവവചന പ്രഘോഷണത്തിലൂടെ സത്യം പ്രഘോഷിക്കുമ്പോൾ സത്യസന്ധനായിരിക്കണം, ഇൻ്റഗ്രിറ്റി ഉള്ളവനായിരിക്കണം. എൻ്റെ ഹൃദയത്തിലും മനസ്സിലും പാപം കയറാതെ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, നീതി എന്ന കവചം ധരിക്കുവാൻ സാധിക്കണം. അതിൻ്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മൂന്നാമതായി ഗോഡ് ഗിവ്സ് അവർ ഫീറ്റ് സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മുടെ കാല്, നമ്മുടെ ശരീരം, നമ്മുടെ അനുദിന ജീവിതം അത് സുവിശേഷം കൊണ്ട് നിറയുമ്പോൾ അത് സമാധാനമാവും. സുവിശേഷ പ്രഘോഷണം കൊണ്ട് നിറയുമ്പോൾ അത് സമാധാനമാവും. അത് സമാധാനം ആകണമെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെ മാത്രമേ അത് സമാധാനമായി തീരുകയുള്ളൂ. ഈ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഇത് സമാധാനപരമായി തീരണമെങ്കിൽ, പൂർണ്ണമായി സമാധാനം ലഭിക്കുന്നത് നമ്മുടെ കാലിന് സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലിറ്റിയാണ്. നമ്മുടെ കാല് ചെരുപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് ദുർഘടങ്ങളെ ഭയക്കാതെ നടക്കാം. തണുപ്പ് കാലത്ത് സ്നോയിൽ നടക്കുന്ന ചെരുപ്പുണ്ട്, അല്ലെങ്കിൽ മുള്ളിലും കല്ലിലും തട്ടാതെ നടക്കുവാൻ നമ്മളെ നിലനിർത്തുന്ന ചെരുപ്പുണ്ട്. അപ്പോൾ കാലിന് ചെരുപ്പാക്കി നമുക്ക് മുമ്പോട്ട് നടക്കുവാനായിട്ട് സാധിക്കണം. അത് ഈ സുവിശേഷമാണ് നമ്മളെ നടത്തുന്നത്. ഈ സുവിശേഷം കേൾക്കുന്നത് നിങ്ങൾക്ക് ബലമാണ്, സുവിശേഷം പ്രമാണിക്കുന്നത് ബലമാണ്, ഇത് വായിക്കുന്നത് ബലമാണ്, വായിച്ച് കേൾപ്പിക്കുന്നത് ബലമാണ്, ഇത് പ്രമാണിക്കുന്നത് ഏറ്റവും അധികം ഉത്തമവും അനുഗ്രഹവുമാണ്. അതുകൊണ്ട് അവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. അവർക്ക് ഏറ്റവും അധികം സമാധാനം ലഭിച്ച് അവർക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, ഗോസ്പൽ ഗീവ്സ് അവർ ഫീറ്റ് ആൻഡ് ലൈവ്സ്. നമുക്ക് സപ്പോർട്ടും നമുക്കൊരു സ്റ്റെബിലിറ്റിയും കിട്ടും. നമ്മൾക്കാരും ലോകത്തിലാരും സപ്പോർട്ടൊന്നും ചെയ്യുകയില്ല. നമ്മളെ സ്റ്റേബിളായിട്ട് നിർത്താൻ ആർക്കും സാധിക്കുകയില്ല. ഈ സുവിശേഷത്തിന് മാത്രമേ നമ്മളെ സ്റ്റേബിളായിട്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ. ഈ സ്റ്റെബിലിറ്റി നമുക്ക് നൽകുന്നത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിലൂടെയാണ് നമ്മൾക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. സ്റ്റേബിളായിട്ട് സുവിശേഷത്തിലൂടെ നിലനിൽക്കാൻ സാധിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായി നമ്മളിൽ വ്യാപരിക്കാൻ സാധിക്കും. അതിന് 16-ാം വാക്യത്തിൽ എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാനുള്ള വിശ്വാസമെന്ന പരിച. റോമൻ ഷീൽഡ് പരിചയ്ക്ക്
2.5 ഇൻറ്റു 4 ഫീറ്റ് അല്ലെങ്കിൽ 7.5 ഇൻറ്റു 1.2 മീറ്റർ, അതിന് നീളവും വീതിയും. ആ പരിച, ആ റോമൻ ഷീൽഡ് കവേർഡ് വിത്ത് ലെതർ എക്സ്റ്റിങ്ക്യൂഷ് ഫ്ലെയിമിംഗ് ആറോസ് കൺസിസ്റ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം എന്ന പരിചയം എന്ന് പറയുമ്പോൾ, വിശ്വാസത്തിൽ ഉറപ്പില്ലെങ്കിൽ നിനക്കെതിരായി തീയമ്പുകൾ എന്നും എഴുതുകൊണ്ടിരിക്കുന്നവരുണ്ട്. തീയമ്പുകൾ എന്ന് പറയുന്നത് അമ്പിൻ്റെ അറ്റത്ത് ചണം ചുറ്റി എണ്ണയിൽ മുക്കി അത് എഴുതി വിടുമ്പോൾ അത് ശരീരത്തിൽ തറച്ചിട്ട് അകത്ത് കയറി ആ ശരീരം വെന്തിരിക്കും. ഒരിക്കലും ആ മുറിവ് ഉണങ്ങുകയില്ല. ഒരിക്കലും നിൻ്റെ ജീവിതത്തിലെ മുറിവ് ഉണക്കാത്ത രീതിയിൽ നിനക്കെതിരായി പോരാടുന്ന തീയമ്പുകളുണ്ട്. അതിന് വിശ്വാസം എന്ന പരിചയം നീ എടുക്കണം. വിശ്വാസം എന്ന പരിചയം എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ 3-ാമത്തെ വരമാണ് വിശ്വാസം. ജ്ഞാനവും പരിജ്ഞാനവും ഉള്ളവന് വിശ്വാസം എന്ന വരം ലഭിക്കും. ജ്ഞാനം ലഭിക്കുന്നതും പരിജ്ഞാനം ലഭിക്കുന്നതും വിശ്വാസം എന്ന വരം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ വിശ്വാസം എന്ന പരിചയം കൊണ്ട് നിനക്ക് ഏത് ശത്രുവിൻ്റെ തീയമ്പുകളെ ഫേസ് ചെയ്യുവാൻ സാധിക്കും. നിനക്കെതിരായി വരുന്ന എല്ലാ തീയമ്പുകൾക്കും വിശ്വാസം എന്ന പരിചയയിൽ അതിനെ തട്ടിവിടാൻ സാധിക്കും. നിൻ്റെ ശരീരത്തിൽ അവന് തൊടാൻ സാധിക്കുകയില്ല. നിൻ്റെ ശരീരത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. നിനക്കതിനെ അതിജീവിക്കാനുള്ള ദൈവശക്തി കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിൻ്റെ ജീവിതം ഈ വിശ്വാസമെന്ന പരിചയം എടുത്ത് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും. ദൈവം എൻ്റെ കൂടൊപ്പമുണ്ട്, എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നിൻ്റെ ഡിപ്രഷൻ, പിശാച് കൊണ്ടിരുന്ന ഡിപ്രഷൻ, നിനക്കെതിരായി പറയുന്ന ഡിപ്രഷൻ, യേശുവിൻ്റെ നാമത്തിൽ അതിനെ മാറ്റിക്കളയാൻ സാധിക്കുന്നത്. നിൻ്റെ ഒരു രോമം പോലും ദൈവത്തിനറിയാം. ദൈവം അറിയാതെ നിൻ്റെ തലയിലെ മുടിയോലും ഇതിൻ്റെ കണക്കറിയാവുന്നത് ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിനാണ്. നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വിശ്വാസം. 17-ാം വാക്യത്തിൽ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. ഹെൽമറ്റ് ഗൈഡ്സ് അവർ മൈൻഡ് ആൻഡ് തോട്ട്സ്. ഹെൽമറ്റ്, രക്ഷ എന്ന ശിരസ്ത്രം. നമ്മുടെ തലമണ്ടയിലുള്ള, തലച്ചോറിലുള്ള നമ്മുടെ വിചാരങ്ങൾ മുഴുവൻ ഇവിടുന്നാണ് പോകുന്നത്. ആ രക്ഷിക്കപ്പെടുക, യേശുവിൻ്റെ ശിഷ്യനാകുക, സാൽവേഷൻ പ്രാപിക്കുക എന്നുള്ളത്. സാൽവേഷൻ ആകുക എന്ന് പറഞ്ഞാൽ, സാൽവേഷൻ പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ ഹൃദയത്തിലും മനസ്സിലും നീ കുരിശും മുന്നായ്മയും വെച്ചുകൊണ്ട് നീ സാൽവേഷൻ പ്രാപിച്ചതാ, രക്ഷിക്കപ്പെട്ടതാന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിട്ട് ഒരു കാര്യവുമില്ല. യാതൊരു അർത്ഥവുമില്ല അതിനകത്ത്. ആ രക്ഷയുടെ അനുഭവം നമ്മൾക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സും നമ്മളുള്ള തോട്ട്സും, ഒരു ദുർവിചാരങ്ങൾ നിൻ്റെ തലമണ്ട കയറരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നിൻ്റെ തലച്ചോറിലൂടെ പ്രവർത്തിച്ച് നീ എൻജോയ് ചെയ്യരുത്. നിൻ്റെ മനസ്സിലൂടെ പ്രവർത്തിച്ച് ദൈവത്തിന് വിരോധമുള്ള ഒരു കാര്യവും, ദൈവം അനുവദിക്കാത്ത ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കരുത്. Thoughts, word spoken to our hearts. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ആത്മാവിൻ്റെ വാള് വെട്ടാൻ വല്ലവരെ ഉപദ്രവിക്കാനല്ല, വല്ലവന് എതിരായിട്ട് പ്രഹരിക്കാനല്ല. ഈ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വേർഡ് സ്പോക്കൺ ടു അവർ ഹാർട്ട്സ്. ഈ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വചനം നമ്മളോട് സംസാരിക്കും. വാള് പോലെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കയറും. നമുക്ക് വേണ്ടിയാണിത്, നമ്മൾക്ക് വേണ്ടിയാണ്. ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഒരു പ്രൊട്ടക്ഷനും നമുക്ക് വേണ്ട. ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ, ആയിരക്കണക്കിന് ദൂതഗണങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രൊട്ടക്ഷനായിട്ടുണ്ട്. ഒരു ബോഡി ഗാർഡും വേണ്ട. ഗബ്രിയേൽ മാലാഖ മുതൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും. മാലാഖമാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്.
ഈ ദൈവദിന പ്രഘോഷണത്തിലൂടെ ഇത് സാധിച്ചെടുക്കണം. ഈ രക്ഷയുടെ അനുഭവം നമ്മൾക്ക് വരുമ്പോൾ ഈ ദൈവവചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യണം. അതൊരു വലിയ പവറാണ്, വലിയ ശക്തിയാണ്, വലിയ ബൂസ്റ്റാണ്. അനേക രോഗങ്ങൾക്ക് വിടുതലാണത്. ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും വേദനകളിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതലിൻ്റെ ശക്തി നൽകുന്നത് ഇതിലൂടെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യം, എല്ലാ മനുഷ്യനും ഇത് ആവശ്യമാണ്. എല്ലാ വ്യക്തി ജീവിതത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. ദൈവിക സംരക്ഷണം ഇതിലൂടെയാണ് ലഭിക്കുന്നത്. ഈ ദൈവിക സംരക്ഷണം ലഭിക്കുമ്പോൾ ഏഴാമതായി പ്രാർത്ഥന. അതിലെ 18-ാം വാക്യത്തിൽ സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വാതിൽ നൽകപ്പെടേണ്ടതിനും നാം സംസാരിക്കേണ്ടതും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രത്യേക സ്വഭാവമാണ് പ്രാർത്ഥന. ഓൾ ഒക്കേഷൻസ് power of the Spirit persist and for all believers since all are charges of Satan. അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ല പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ ചങ്ങല ധരിച്ച സ്ഥാനാപതിയാണ്. ദൈവത്തിൻ്റെ സ്ഥാനാപതി ചങ്ങല ധരിച്ചവനാണ്. ഫ്രീ ആയിട്ട് നടക്കുന്നവനല്ല ദൈവത്തിൻ്റെ സ്ഥാനാപതി. ഗോഡ്സ് അംബാസിഡർ എന്ന് പറയുന്നത് സുഖിച്ച് എല്ലാം സേഫായി പോകുന്നവനല്ല ദൈവത്തിൻ്റെ സ്ഥാനാപതി. ദൈവത്തിന് വേണ്ടി, അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ക്രൂശ് കൊടുത്തത്. അതുകൊണ്ട് ആ ക്രൂശിൻ്റെ കർത്താവിൻ്റെ സ്ഥാനാപതിയായി ലോകത്തിൻ്റെ 7 വൻകരകളിൽ പോകുമ്പോൾ, ഈ സ്ഥാനാപതിയാകുമ്പോൾ, ആ അംബാസിഡർ ആകുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അംബാസിഡേഴ്സാണ്. അപ്പോൾ ഈ 7 ക്വാളിറ്റി നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് തളർന്നു പോവുകയില്ലേ? ക്ഷീണിച്ചു പോവുകയില്ലേ? തളർന്നൊന്നുമല്ലാതെ പോവുകയില്ലേ? പൈശാചിക പോരാട്ടമുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പിശാചിൻ്റെ ലോകത്തിലാണ്, പിശാചി കുടികൊത്തി വാഴുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ദൈവമക്കൾ കുറയുന്നു, പ്രാർത്ഥനക്കാർ കുറയുന്നു, ദൈവദിന പ്രഘോഷണക്കാർ കുറയുന്നു, ദൈവ ശുശ്രൂഷകർ കുറയുന്നു. മനുഷ്യപുത്ര ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പോലും സംശയമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾക്ക് ശക്തി പ്രാപിക്കുവാൻ, ബിലീവേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുവാൻ ഇവിടെ പറഞ്ഞത് സാത്താനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അതിൽ സാത്താനെ പിടിച്ചു നിർത്തുവാൻ, നിങ്ങളെ തകർക്കുന്ന സാത്താൻ്റെ ശക്തിയെ, നിങ്ങളെ തകർത്ത് മുടിക്കുന്ന സാത്താൻ്റെ ശക്തിയെ മുൻപിൽ നിൽക്കുവാനുള്ള കെൽപ്പ് ലഭിക്കണമെങ്കിൽ നിനക്ക് ആമർ ഓഫ് ഗോഡ്, സർവായുധവർഗം ധരിച്ച്, ട്രൂത്ത്, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, ഗോസ്പൽ, ഷീൽഡ്, ഹെൽമറ്റ്, സ്വാഡ്, പ്രാർത്ഥന. ഈ 7 കാര്യത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. നമുക്കൊരു പ്രാർത്ഥനാ ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യം എല്ലാവരും പറഞ്ഞോ കുഴപ്പമില്ല. എന്നാൽ മറ്റുള്ളവരെ ഒരാൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറയുമ്പോൾ മനസ്സിലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കണം.
ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. വേർഡ് ടു വേർഡ് ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ബ്രദർ ഡോക്ടർ മാത്യു സറീസ് അങ്കിളിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ബലഹീനാകുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 കാര്യത്തിലാണ്. 1 ദൈവകൃപ, 2 ആരോഗ്യം. ആരോഗ്യം ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ യോഹന്നാൻ സ്നാപകനെ പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായി മാറാൻ സാധിക്കുകയുള്ളൂ. മരുഭൂമിയിലെ ശബ്ദമായി മാറണമെങ്കിൽ തല പോവും. പക്ഷേ യോഹന്നാൻ സ്നാപകനെ പോലെ വിളിച്ചു പറയാനുള്ള ആ തൻ്റെയോടും ധൈര്യവും കറേജും ലഭിക്കുവാൻ, വിശുദ്ധ പത്രോസിനെ പോലെ, ഞാനൊരു എടുത്തുചാട്ടക്കാരനാണെന്ന് എനിക്കറിയാം, എന്നാൽ പത്രോസിനെയാണ് യേശു, പത്രോസ് നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ചർച്ച് പ്ലാന്റിങ്, കർത്താവിൻ്റെ സഭ ലോകത്തിലെല്ലായിടത്തും ഉയരണം. 3-മതായി തോമസ് അപ്പോസ്തലനെ പോലെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച് ഭാരതത്തിലെത്തിയ അപ്പോസ്തലൻ തോമസ് അപ്പോസ്തലനാണ്. ഏതെല്ലാം മേഖലകളിലെത്താമോ, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകാമോ, ഏത് ദുർഘട സ്ഥാനങ്ങളിലും കർത്താവിനെ അറിയിക്കുവാൻ ചെല്ലുവാൻ സാധിക്കുന്നത്. ഇതൊന്നും എൻ്റെ പേഴ്സണൽ നേട്ടത്തിനോ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനോ അല്ല. ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളോട് ആത്മാർത്ഥമായി പറയുകയാണ്. ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ യോഹന്നാൻ സ്നാപകനായെന്നോ, ഞാൻ പത്രോസായെന്നോ, ഞാൻ തോമാസായെന്നോ ഒന്നും അല്ല പറയുന്നത്. അവരുടെ കാൽപാദങ്ങളെ പിന്തുടർന്ന് യേശു കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളായി പോകുന്നവരുടെ കൂട്ടത്തിൽ ആ ശിഷ്യത്വം വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിച്ച് കാത്ത് പരിപാലിക്കട്ടെ. മാനസിക വിഭ്രാന്തിയിലും പ്രയാസത്തിലും ഭാരത്തിലും ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അമിതമായ ശക്തി നിങ്ങളിൽ വ്യാപരിക്കും. ദൈവത്തിൻ്റെ അമിതമായിട്ടുള്ള കരം നിങ്ങളിൽ വ്യാപരിക്കും. ആ അത്ഭുത ശക്തിയിൽ പരിപൂർണമായി ശരണപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും ഇതിന് മുഖാന്തരം ഒരുക്കിയ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട്. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ധൈര്യം പ്രാപിക്കട്ടെ. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ഒരു പുതുക്കം പ്രാപിക്കട്ടെ. ഈ വചനത്താൽ നിൻ്റെ മക്കൾ പുതുശക്തി പ്രാപിച്ച് പുതിയ വഴിയിലൂടെ, പുതിയ പാതയിലൂടെ സഞ്ചരിക്കുവാൻ സഹായിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.